നമസ്കാരം. അപ്പോൾ വീഡിയോയുടെ തമ്പിനയിൽ പോലെ തന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ റീലിലൂടെ കണ്ട ആറാട്ടണ്ണൻ, ആ ആറാട്ടണ്ണനെ കുറിച്ചിട്ടല്ല, റിയൽ ലൈഫിൽ ഞാൻ കണ്ട സന്തോഷ് വർക്കിയെ കുറിച്ചാണ്. എനിക്ക് ഇദ്ദേഹത്തെ ഏകദേശം ഒരു 2.5 വർഷത്തിന് മുകളിൽ പരിചയമുണ്ട്. അത് ഈ ആറാട്ട് എന്ന് പറയുന്ന സിനിമ, ആറാട്ടെന്ന സിനിമയിലൂടെ ആണല്ലോ പുള്ളി വൈറലാകുന്നു, ഫേമസ് ആവുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കൊക്കെ മുമ്പ് എനിക്ക് ഇയാളെ പരിചയമുണ്ട്. അതായത് ഞാൻ കേരള വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത്, അത് ഏത് സിനിമയുടെ റിവ്യൂ എനിക്ക് ഓർമ്മയില്ല, വനിതാ വിനീതയിൽ ഏതൊരു സിനിമയുടെ റിവ്യൂ എടുക്കാൻ പോയ സമയത്ത് ആ റിവ്യൂവിലാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറിപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് പുള്ളിയെ കാണുന്ന ഒരു മിന്നായം പോലെ കാണുന്നത്. പുള്ളി ഇങ്ങനെ വന്ന് ഇങ്ങനെ സിനിമ എങ്ങനെ പറയുമ്പോൾ പുള്ളി ഒരു 1.5 മിനിറ്റിൽ ടപ്പ് ചെയ്യുന്നുണ്ട്, റിവ്യൂ പറഞ്ഞ് പുള്ളി അങ്ങ് പോകും. മിന്നായം പോലെ കാണും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സിനിമയിൽ ബന്ധപ്പെട്ട അണിയർ പ്രവർത്തകരിൽ ആരെങ്കിലോ അങ്ങനെ ആരെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ അടുത്ത സിനിമയിൽ പുള്ളി കാണാൻ തുടങ്ങുന്നു. അതും കഴിഞ്ഞ് അടുത്ത സിനിമയിൽ പുള്ളി കാണാൻ തുടങ്ങുന്നു. ഒരുപാട് സിനിമകളിൽ റിവ്യൂ പറയാൻ പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈറലല്ലാത്തതുകൊണ്ടായിരിക്കും പലരും പുള്ളിയെ ശ്രദ്ധിക്കാത്തത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളി ഒരു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി, ആ സമയത്ത് ഞാൻ പറയുന്നത് വളരെ ചുരുക്കിയിട്ട് ഷാർപ്പ് ആൻഡ് ക്രിസ്പായിട്ട് റിവ്യൂ പുള്ളി അങ്ങ് പറഞ്ഞിട്ട് പോകും. അത് ഭയങ്കര കൃത്യമായിരിക്കും പുള്ളി പറയുന്നത്. കുറേ സമയം നീട്ടുവലിച്ച് റിവ്യൂ അറിയാതെ ചുരുക്കി സ്പീഡിൽ പുള്ളി അങ്ങ് ഷാർപ്പ് ആൻഡ് ക്രിസ്പായിരിക്കും പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം പുള്ളി പരിചയപ്പെടുന്നുണ്ട്. ഞാൻ പോയി പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ആറാട്ടണ്ണൻ്റെ സിനിമ റിലീസാവുന്നു. ആ സിനിമ അതിലും ഞാൻ പുള്ളിയുടെ റെസ്പോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വൈറലായതാണല്ലോ. മോഹൻലാൽ ഷോ ആണ്, പറഞ്ഞാൽ മോഹൻലാൽ ഷോ ആണ് മൊത്തം. പത്മഭൂഷൺ ഭരത് ലാലേട്ടൻ്റെ, ഞങ്ങളുടെയൊക്കെ ലാലേട്ടൻ്റെ ആറാട്ടാണ്, ആറാട്ടിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കേരള വിഷനിലേക്ക് ഞാൻ ആദ്യം ആറാട്ടിക്കാണെന്നൊക്കെ വീഡിയോ ടൈറ്റിലേക്ക് കൊടുത്തിട്ടായിരുന്നു. എല്ലൊക്കെ ഈ വാക്കങ്ങ് ഭയങ്കരമായിട്ട് വൈറലായി. മൊത്തത്തിൽ ട്രോളന്മാരെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ട്രോളന്മാരെടുത്തുകൊണ്ട് പോയത് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ടോർച്ചറിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം പിന്നെ ആറാട്ടത്തിൻ്റെ സിനിമ കഴിഞ്ഞു, അയാൾ ട്രോളിലൂടെ വൈറലാവുന്നു. അത് കുറച്ചുകൂടി വൈറലായ സമയത്ത് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആരായാലും ഒന്ന് പെട്ടെന്നങ്ങ് ഫേമസ് ആയാലോ, പെട്ടെന്നങ്ങ് ട്രോളിൽ ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരാളായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഏതൊരാൾക്കും ഉള്ള സന്തോഷത്തെ പോലെ അദ്ദേഹം തുടക്ക സമയങ്ങളിൽ സന്തോഷിച്ചിരുന്നു, താൻ എന്താ പറയുക അങ്ങനെ ഒരു ഫിഗറിലേക്ക് എത്തുന്നതിൽ. പിന്നെ അദ്ദേഹം റിപ്പീറ്റായിട്ട് പല സിനിമയുടെ റിവ്യൂ പറയാൻ ഇവിടെ തിയേറ്ററിൽ വരുമായിരുന്നു. വനിതാ വിനീതയിൽ സ്ഥിരമായിട്ട് പുള്ളി വരും. ചില സിനിമയിൽ PVRലായിരിക്കും പുള്ളി പോവുക. റിവ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിനിമ കാണാൻ ഉദ്ദേശത്തോട് പുള്ളി PVR പോകും. അവിടെ ആകുമ്പോൾ അത്ര മീഡിയാസൊന്നും കാണില്ല. ചില സമയത്ത് പുള്ളിക്ക് എങ്ങനെയുണ്ട്, മീഡിയക്കാരെ കാണുമ്പോൾ ചില സമയത്ത് പുള്ളി അങ്ങനെ ഇടയ്ക്ക് അങ്ങ് മാറി നിൽക്കാറുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ആറാട്ടെന്ന സിനിമ പുള്ളി ഒരു ലാലേട്ടൻ്റെ കട്ട ആരാധകനാണ്. അതുകൊണ്ടാണ് പുള്ളി ഈ ആറാട്ടം തന്നെ സിനിമയെ പുള്ളി എന്താ പോസിറ്റീവായി പറഞ്ഞേക്കുന്നത്. മാസ് മസാല സിനിമകളിൽ വെച്ചിട്ട് നല്ലൊരു സിനിമ എന്നാണ് പുള്ളി പറഞ്ഞത്. ആറാട്ട് അങ്ങനത്തെ മൂവിയൊന്നുമല്ല, ഒരു മാസ് മൂവി രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാം, ആ രീതിയിൽ. പക്ഷേ ഡിഗ്രേഡിങ് നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. അത് പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. മാസ് മസാല വെച്ച് നോക്കുമ്പോൾ ആറാട്ട് എന്ന് പറയുന്ന സിനിമ നല്ല സിനിമയാണെന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ആളുകൾക്ക് ഇയാൾ ആരാന്ന് അറിയുന്നില്ല. ആറാട്ടാണെന്ന് പിന്നെ ഈ പേരങ്ങ് വീഴാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ആരാന്ന് ആരും അറിയുന്നില്ല. ഇങ്ങനെ ഒരു ഫിഗർ പെട്ടെന്ന് ഒരു ദിവസം പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗമാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചാനൽ പുള്ളിയുടെ ഒരു വീഡിയോ വരുന്നത്. പുള്ളി ഒരു പുസ്തകമൊക്കെ പിടിച്ചിട്ട്, ഈ ബുക്ക് ലാലേട്ടനെ കുറിച്ചുള്ള ബുക്കാന്ന് തോന്നുന്നു, ലാലേട്ടനെ കുറിച്ചുള്ള ബുക്ക് കൈ പിടിച്ചിട്ട് ഇത് ഞാനാണ് എഴുതിയത്, ഞാൻ മുമ്പ് കോഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ PhD ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ എൻജിനീയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ. ആ വീഡിയോ കണ്ടതോടുകൂടി ഈ സോഷ്യൽ മീഡിയ ലോകത്ത് മൊത്തം അങ്ങ് നെട്ടുകയായിരുന്നു. കാരണം അത് ഭയങ്കര നെട്ടലായിരുന്നു ആ സമയത്ത്. ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും കഴിവുള്ള ഒരാളായിരുന്നു, ഇത്രയും വലിയൊരാളായിരുന്നു എന്നൊരു ത്വര ആ സമയത്ത് ഉണ്ടായിരുന്നു. ആളുകൾക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിങ്ങനെ ആളുകൾക്ക് വലിയ രീതിയിൽ എത്തിക്കൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞ് ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ, അത് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതായത് അതിലൊരു കാരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഭീഷ്മപർവത്തിൻ്റെ റിവ്യൂ, ആറാട്ടണ്ണൻ്റെ റിവ്യൂ കേൾക്കാൻ ആളുകൾ ഏറെ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു കാരണം, ആ കാരണമൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഫാൻസുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. ഭീഷ്മപർവത്തെക്കുറിച്ച് അദ്ദേഹം നെഗറ്റീവ് പറയുമോ എന്നുള്ളൊരു പേടിയാണ്, അങ്ങനെ തോന്നുന്നു. കാരണം ഇദ്ദേഹം മോഹൻലാലിൻ്റെ ആരാധകനായതുകൊണ്ട് മമ്മൂക്കയുടെ പടം കാണുമ്പോൾ ഇദ്ദേഹം നെഗറ്റീവായിട്ട് പടത്തെക്കുറിച്ച് പറയുമോ എന്നൊക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയ ആ സമയത്ത് ചർച്ച ചെയ്തത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
പക്ഷേ ഭീഷ്മപർവ്വത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് പുള്ളി ആരും കണ്ടിട്ടില്ല. പക്ഷേ പുള്ളിയുടെ റിവ്യൂ എടുത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ കേരള വിഷനിലായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ അത് ഭയങ്കര വാർത്ത ചെയ്താൽ നമ്മുടെ വീഡിയോ ക്ലിപ്പൊക്കെ ഒരുപാട് സാറ്റലൈറ്റ് ചാനലടക്കം വെട്ടിക്കൊണ്ടുപോയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഭീഷ്മപർവ്വത്തിന് ആറാട്ടൻ ആദ്യം ഈ അന്നെടുത്തേക്കണ ആ തിയേറ്റർ റെസ്പോൺസിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ കാണുന്നതിന് മുമ്പ് ആരാധകരുടെ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കുറച്ച് കാണിക്കുക, അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന രീതിയിലാണ്. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ സിനിമ ഭീഷ്മപർവ്വം സിനിമ കഴിഞ്ഞ് ആറാട്ടണ്ണൻ ആരെയും കണ്ടിട്ടില്ല. ഒരു മീഡിയാസിൽ ആറാട്ടണ്ണൻ വന്നിട്ടില്ല. കാരണം ആറാട്ടണ്ണൻ ഫുള്ള് സിനിമ കാണാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊതുവേ ആളുകളുടെ ത്വര എന്താ വന്നത്, ആറാട്ടണ്ണൻ ഭീഷ്മപർവ്വം സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്കകത്ത് കേരള വിഷനിൽ ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്ത് തുടക്കത്തിൽ, അതായത് സിനിമ കാണുന്നതിന് മുമ്പുള്ള ആ ഒരു ഭാഗത്തിൽ ആറാട്ടണ്ണൻ വന്ന് പറയുന്നുണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഭീഷ്മപർവ്വത്തിന് ടിക്കറ്റ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാണാൻ വന്നിരിക്കാൻ പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നിരാശയുണ്ട്. കാണും അഭിപ്രായം പറയാം. അതാദ്യം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-3 റെസ്പോൺസൊക്കെ കഴിഞ്ഞ് വീണ്ടും ആറാട്ടണ്ണൻ അവസാനം എത്തുമ്പോൾ ആറാട്ടൻ വന്ന് പറയും എനിക്ക് ടിക്കറ്റ് കിട്ടി, ഞാൻ കാണാൻ പോവാന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് കിട്ടി കാണുന്നുണ്ട്, ജെന്യൂൻ അഭിപ്രായം പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടിയെന്നുള്ള ഭാഗം ആരും കാണാതെ പോവുകയും കിട്ടിയില്ല എന്നുള്ള ഭാഗം വെട്ടിക്കൊണ്ടുപോയിട്ട് സാറ്റലൈറ്റ് ചാനലുകളടക്കം വാർത്ത ചെയ്തു. ആറാട്ടണ്ണന് ഭീഷ്മപർവ്വത്തിന് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. അങ്ങനെ ആറാട്ടം എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന പോലെ ഒന്നും മമ്മൂക്കയുടെ ഭീഷ്മപർവ്വത്തിന് ടിക്കറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് പുള്ളിക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നു, പുള്ളി പടം ഫുള്ള് കാണാനുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂവിലാവുന്നതിന് മുമ്പേ പുള്ളി ഇറങ്ങിപ്പോയി. അത് സിനിമ കണ്ടിട്ട് എന്താ പറയുക ഇഷ്ടപ്പെടാതെ പോയതല്ല. പെട്ടെന്ന് പുള്ളിയുടെ ഫാദറിന് സീരിയസ് ആവുകയും വയ്യാതാവുകയും ചെയ്യുന്ന സമയത്ത് പുള്ളി എമർജൻസി ആയിട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാദറിന് വയ്യാതെ പോകാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ചേട്ടനെ പിന്നെ തിയേറ്ററിൽ എങ്ങും കണ്ടില്ല. അതെ, എനിക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ ഫാദർ ഹോസ്പിറ്റലൈസ് ആയി അങ്ങോട്ട് പോകേണ്ടി വന്നു. ആ അത്യാവശ്യത്തിൽ പോയതാണ്. റിവ്യൂ കൊടുക്കാൻ വിചാരിച്ച് തന്നെയാണ് വന്നത്. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആറാട്ടൻ്റെ അടുത്ത തരം കൊണ്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുള്ളി അതുവരെ ഒന്നും ഈ സമയത്തൊന്നും പുള്ളി ഇതില്ല, പുള്ളിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഈ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങുന്നത്. പുള്ളി സ്വയം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഫെയിം കിട്ടുന്ന സമയത്ത് എല്ലാവരും ആസ്വദിക്കുന്ന പോലെ അതാരായാലും ആസ്വദിക്കുന്ന പുള്ളി ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി ഈ ഫെയിം ആസ്വദിക്കുന്ന സമയത്ത് അതിനകത്തൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പിന്നീടായിരുന്നു. കാരണം ഇദ്ദേഹത്തെ എന്താ പറയുക, ഇദ്ദേഹം ഇപ്പോൾ ഓരോരുത്തർ കാണുന്ന വീഡിയോസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞാൻ കാണുന്ന റീലായിരിക്കില്ല വേറൊരുത്തർ ഇൻസ്റ്റാഗ്രാം റീൽ കാണുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ ഫീഡിൽ വരിക. അങ്ങനെ ആറാട്ടണ്ണൻ്റെ ഫീഡിലൊന്നും ഈ വളരെ എന്താ പറയുക പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ട്രോളുകളൊന്നും ആറാട്ടണ്ണൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ ആ പേര് ബ്രാൻഡാവുകയും അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആളറിയാതെ പോകുന്നുണ്ട്. പിന്നീടാണ് ആൾ തിരിച്ചറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. കാരണം ആളുടെ ഫീൽഡിലൊന്നും ആളുടെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ട്രോളുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ആൾക്കറിയില്ല, ആളുടെ താരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അകതാന്ന് ആൾ ശ്രദ്ധിക്കുന്നില്ല. വേറെ ഒരാൾ പറയുന്ന സമയത്താണ് ഇയാൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. താൻ ഇങ്ങനെ എന്താ പറയുക വലിയ രീതിയിൽ ഇങ്ങനെ ഒരു അറ്റാക്കിന് വിധേയമാകുന്നുണ്ടെന്നൊക്കെ. പുള്ളി ആദ്യം കമൻറ്റ്സ് പോലും വായിക്കാത്തൊരു മനുഷ്യനായിരുന്നു. ആ സമയത്ത് ഹാൻഡിൽസ് ഒന്നുമില്ലല്ലോ, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നുമില്ല, വേറെ ചാനലുകളുടെ വീഡിയോയ്ക്ക് അതിനകത്തേക്ക് ആൾക്കാരെ കയറി വളരെ മോശമായ രീതിക്ക് കമൻറ്റ് ഇടുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പുള്ളി എന്താ പറയുക ഞാൻ പറഞ്ഞു ഹാൻഡിൽസ് അക്കൗണ്ടൊക്കെ തുടങ്ങി പുള്ളി എന്താ ചെയ്താൽ അതിനകത്ത് തന്നെ സ്വന്തമായിട്ട് റിവ്യൂ ഇടാൻ തുടങ്ങി. കാരണം പുള്ളിക്ക് ഓൾറെഡി ഫെയിം കിട്ടി, ആ ഫെയിമിനെ യൂസ് ചെയ്യണം, ആ ഫെയിമിനെ മണിയാക്കണം, അത് മാക്സിമം അത് യൂസ് ചെയ്യുക. അപ്പോൾ ഹാൻഡിൽസ് തുടങ്ങിയിട്ട് അതിനകത്ത് പുള്ളി പറയുന്ന റിവ്യൂസും പുള്ളിയുടെ കുറേ വ്യൂ പോയിൻറ്റും പുള്ളിയുടെ ഓരോ കാര്യം. ഫേസ്ബുക്ക് ആണെങ്കിൽ പുള്ളി ഒരുപാട് പോസ്റ്റുകൾ ടെക്സ്റ്റ് പോസ്റ്റുകൾ ഇടും ഓരോ കാര്യത്തെക്കുറിച്ച്, ഈവൻ പുള്ളിയുടെ പല ഫിലോസഫി കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കും. അങ്ങനെ പുള്ളിക്ക് ഫേസ്ബുക്കിൽ നല്ല ഫോളോവേഴ്സ് ഇപ്പോഴും നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത വരുമാനം നിലവിൽ കിട്ടുന്നുണ്ട് പുള്ളിക്ക്. പുള്ളി അത് മണിയാക്കാനുണ്ട്, പുള്ളി കിട്ടിയ ഫെയിം പുള്ളി അങ്ങനെ മണിയാക്കാൻ ഉദ്ദേശിക്കും. പക്ഷേ ഈ ഫേസ്ബുക്കിനകത്തൊക്കെ പുള്ളിക്ക് വരുന്ന ഓരോ കമൻസുകൾ അത് പുള്ളി വലിയ രീതിയിൽ എന്താ പറയുക വേട്ടയാടിയിരുന്നു. കാരണം ഞാനിത് കാണുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ മീറ്റ് ചെയ്യും ചായ കുടിക്കാനും, അതുപോലെ ലുലു മാളിലും പുള്ളിയുടെ സിനിമയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട്. പുള്ളിയുടെ വീട്ടിൻ്റെ മുകളിൽ ഞാൻ ഇടയ്ക്ക് സ്റ്റേ ചെയ്യാറുണ്ടായിരുന്നു. പുള്ളി ആ തരത്തിൽ ഞാൻ ഫുൾ ടൈം കാണുന്ന ഒരാളാണ്. പുള്ളി അത് വലിയ രീതിയിൽ പുള്ളിക്ക് ഈ അറ്റാക്ക് പുള്ളിക്ക് വലിയ രീതിയിൽ
വേദന സൃഷ്ടിക്കുന്നുണ്ട്. അത് ആരടുത്താണ് പുള്ളി പറയാൻ? ആരോട് പറയാൻ വേണ്ടിയിട്ടാണ്? പുള്ളിയെ കളിയാക്കുന്ന ആളുകളോട് എന്നെ കളിയാക്കല്ലേ എന്ന് പുള്ളി പറയാൻ പറ്റൂ? പുള്ളിക്ക് അതൊന്നുമല്ല വിഷമം. പുള്ളിയെ കളിയാക്കുന്നത് മാത്രമല്ല, പുള്ളിയുടെ അച്ഛൻ, പുള്ളി ഏറ്റവും ഭയങ്കര റോൾ മോഡലായി ഭയങ്കര സംഭവമായിട്ട് കാണുന്ന ഒരാൾ, ആളുടെ ഫാദറിൻ്റെ പേര് ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ട് ഞാൻ അത് കമൻറ്റ് ബോക്സിലേക്ക് ഒരു ഇരയാക്കി മാറ്റണ്ടെന്ന് അതിൻ്റെ പേര് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് മോശമായി എന്താ പറയുക കമൻ്റ് ഇടുന്ന സമയത്ത് സ്വന്തം ഫാദറിനെ വരെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, സ്വന്തം ഫാദറിൻ്റെ ഫോട്ടോ വരെ പിന്നെ പുള്ളിയെ ഭയങ്കര പിന്നെ പുള്ളിയുടെ ഫാദറായിട്ടുള്ള ഫോട്ടോ ഒക്കെ പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയൊക്കെ പുള്ളിക്കെതിരെ തിരിയുന്ന പോലെ എന്താ പറയുക സ്വന്തം ഫാദറിൻ്റെ ഫോട്ടോ പോലും കാണിച്ചിട്ട് ഇതേപോലെ സ്വന്തം അകത്തിരിക്കുന്ന ഈ ഫ്രസ്ട്രേഷൻസൊക്കെ തീർക്കുന്ന ഒരുതരം സോഷ്യൽ മീഡിയയിലെ ഈ നരികളുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ഈ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച്, സൈബർ മോബ് ലിഞ്ചിങ് വേണം പറയാം. അതായത് ഈ ഒരു ബുള്ളിങ്, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ. അത് ചില ആൾക്ക് താങ്ങത്തില്ലടോ, ഒരു പരിധി വരെയൊക്കെ ഓക്കെ. പക്ഷേ ഇത് ഇവിടെ ഫേസ്ബുക്കാണ്. പുള്ളിയുടെ ഫേസ്ബുക്കിൻ്റെ വീഡിയോയിൽ അടിയിൽ വരുന്ന കമൻറ്റ്സ് നിങ്ങളൊന്ന് വായിക്കും. ഒരു നല്ലൊരു കമൻറ്റ് പോലും, നല്ല കമൻറ്റ് ഉണ്ടെന്ന്, നല്ല കമൻറ്റ് ഇടണ്ട, പക്ഷേ നിങ്ങൾ തെറിയും വിളിച്ചോളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ കണ്ട് ചെയ്തുകൊണ്ട് തെറി വിളിക്കുക. ഈ തെറി എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ അകത്തുള്ള ഈ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ലൈഫിൽ വലിയ രീതിയിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെ സൈക്കാട്രിക്കായിട്ട്, സൈക്കോളജി പരമായിട്ട്, അല്ലെങ്കിൽ വല്ല സൈക്കോളജിക്കൽ മൂവായിട്ട് അങ്ങനെ വല്ല സംഭവം കാണണം. അല്ലെങ്കിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ ഈ സോഷ്യൽ മീഡിയയിൽ വരേണ്ട കാര്യമില്ലല്ലോ. എന്താ ആറാട്ടെണ്ണം ഇവരാരെങ്കിലും പോയി കടിച്ച, അല്ലെങ്കിൽ ഇവരാരെങ്കിലും വീട്ടിൽ പോയിട്ട് ഉപദ്രവിച്ചോ, അല്ലെങ്കിൽ ഇവിടെ വല്ല പീഡനം നടത്തിയ, ഏതെങ്കിലും ബലാത്സംഗം നടത്തിയ പുള്ളി, ആരെങ്കിലും ഉപദ്രവിച്ചോ, ആരെങ്കിലും പോയി പഠിച്ചോ? ഇതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. ഇതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ഏതോ ഒരു സിനിമ, വനിതാ വിനിത തന്നെ, ആ സമയത്ത് ഞാനിവിടെ ഇല്ല, എന്താ സിനിമയുടെ പേര്, വല്ലാത്തൊരു പടം. ആ സിനിമ പുള്ളി സിനിമ കണ്ടിട്ട് പുള്ളി പൊതുവേ എന്താണെന്നറിയാമോ, പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ എന്ന് വെച്ചാൽ പുള്ളി നേരത്തെ ഇറങ്ങിപ്പോവും. പുള്ളിക്ക് കാണാൻ പറ്റില്ല, പുള്ളി നേരത്തെ ഇറങ്ങിപ്പോവും, മീഡിയക്കാരുടെ മുമ്പിൽ പെടാതെ പുള്ളി അങ്ങ് ഇറങ്ങിപ്പോവും. നെഗറ്റീവ് റിവ്യൂ പറയണ്ടെന്ന് പുള്ളി അങ്ങനെ പറയും. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഒരുപാട് പേരുടെ അധ്വാനമല്ലേ, ഒരുപാട് പേര് വേർപ്പല്ലേ, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ എനിക്ക് താല്പര്യം, എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങിപ്പോവും, ഇതാണ് പുള്ളി ചെയ്യാം എന്ന് പറയാറുണ്ട്. ഇഷ്ടപ്പെട്ട ചിലപ്പോൾ പുള്ളിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി പോസിറ്റീവ് റിവ്യൂ പറയും. പുള്ളിക്ക് ഇഷ്ടപ്പെടണം. മനസ്സിലായി? ഇപ്പോൾ ഇറങ്ങിയ കങ്കുവാനെ പോലും പുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സിനിമ പുള്ളി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എന്താ ആ സിനിമയുടെ പേരും ഓർമ്മയില്ല. സിനിമയുടെ കണ്ടിട്ട് പുള്ളി ഒരു 15 മിനിറ്റ് ആകുമ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് ഏതൊരു മീഡിയക്കാരൻ വന്നിട്ട് പുള്ളിയെ നിർബന്ധിക്കുകയാണ് ചെയ്തു. ബലമായിട്ട് പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. ഇത് പറയാൻ താല്പര്യമില്ല, മാത്രമല്ല സിനിമ ഫുള്ള് കണ്ടിട്ടുമില്ല, അപ്പോൾ റിവ്യൂ പറയുന്ന മോശമില്ലെന്നൊക്കെ പുള്ളി പറഞ്ഞു. പക്ഷേ ആ മീഡിയക്കാരൻ നിർബന്ധിച്ചിട്ട് പുള്ളിയെ കൊണ്ട് റിവ്യൂ പറയിപ്പിക്കുന്നു. പുള്ളി 15 മിനിറ്റേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്, സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നു. ഇതുകൂടെ വന്ന സമയത്ത് ഈ സിനിമയുടെ ആൾക്കാരുണ്ടല്ലോ, ആരും അറിയാത്ത, ആരും കേൾക്കാത്ത ഒരു പടത്തിനെ വെച്ചിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യാൻ, എനിക്ക് തോന്നുന്നു അങ്ങനെയാവുന്നു, പ്രൊമോട്ട് ചെയ്യാൻ തോന്നിയത് ഇതിൻ്റെ പേരിൽ. ആ സിനിമയുടെ പേര് ആ രീതിയിൽ അങ്ങ് ബ്രാൻഡ് ചെയ്തു. എല്ലാവർക്കും ആ സമയത്ത് പെട്ടെന്ന് കയറാൻ കാരണം ഇവരങ്ങ് ബ്രാൻഡ് ചെയ്തു, പ്രൊമോഷൻ ചെയ്തു. എന്താ കാര്യം? ആറാട്ടെണ്ണം അടിച്ചിട്ടില്ല. തിയേറ്ററിൽ ഇയാൾ അത് കഴിഞ്ഞിട്ട് വേറെ പടം തിയേറ്ററിൽ കാണാൻ വന്ന സമയത്ത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതിൻ്റെ ക്രൂസും അതുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ആറാട്ടെണ്ണനെ വളയുകയാണ് ചെയ്തത്. ആ വീഡിയോ ഞങ്ങൾ കണ്ടു കാണും. വളഞ്ഞിട്ട് അയാളെ അടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അയാൾ വല്ലാത്ത രീതിയിൽ എന്താ പറയുക ഇതാവുന്നുണ്ട്, ഡൗൺ ആവുന്നുണ്ട്. പുള്ളിങ്ങനെ ഒന്നും ചെയ്യാൻ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന ആ വീഡിയോക്കകത്ത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും വയ്യില്ല, ഡിഫെൻഡ് ചെയ്യുക, വേറെ എന്താ ചെയ്യുക, ഇത്ര ആൾക്കാരെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് പുള്ളി അങ്ങ് ഒന്നും മിണ്ടാതെ അവരടിക്കാത്ത എന്ന രീതിയിൽ പുള്ളി അങ്ങ് നിന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് അങ്ങനെ കുറച്ച് മീഡിയക്കാരെ അങ്ങനെ പുള്ളി അവിടെ നിന്ന് മാറ്റി വന്ന് പുറത്ത് പുള്ളി ഒന്ന് സ്വതന്ത്രനായ സമയത്ത് പുള്ളി പിന്നെ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിളിച്ചു പറയുന്നുണ്ട്. പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ട്. പുള്ളി ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ദേഷ്യത്തോട് പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ ന്യായമല്ലേ, പുള്ളി എന്ത് ചെയ്യാനാ? ആരും അറിയാത്ത സിനിമ അങ്ങനെ ലോകം അറിഞ്ഞു, മനസ്സിലായോ? ആറാട്ടെണ്ണനെ ഇടിച്ചു എന്നുള്ള വാർത്ത കൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാളെ ഇങ്ങനെ ഹേർട്ട്, ഇയാൾ എവിടെ പോയാലും, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല റിയൽ ലൈഫിൽ ഇയാൾ എവിടെ പോയാലും ഇയാളെ നോക്കി ചിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് ഒരാൾ നോക്കി ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്ന അയാളെ കളിയാക്കി ചിരിക്കുകയാണെന്ന് തോന്നലാണ്. അപ്പോൾ അയാൾക്കത് നിങ്ങളെ നോക്കിയിട്ട് വരുത്തി ഇങ്ങനെ കളിയാക്കി ചിരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നിങ്ങളെന്ന് പറ. നിങ്ങളെ നോക്കിയിട്ട് വരുത്താൻ വന്നിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുക, നോക്കുക, എങ്ങനെ ചിരിക്കുക, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ എന്തൊക്കെ തരത്തിലൊന്ന് എന്തായാലും ഒരു ചോദ്യം ചോദിക്കത്തില്ലേ? പുള്ളി അതുമില്ല, മിണ്ടാതിരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്ക് അങ്ങനെ വന്നിട്ട് വല്ലാതെ അങ്ങോട്ട് പുള്ളിക്കതങ്ങ് ഹേർട്ടാവും. എനിക്കത് എങ്ങനെ വാക്കാലെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ, എല്ലാവരും വളരെ കളിയാക്കുന്ന തരത്തിൽ കൊച്ചു പറഞ്ഞു. ഇങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ പിന്നെ ഇടക്കിടക്ക് പുള്ളി ഇങ്ങനെ പറയും, ഇങ്ങനെ എന്തിനാണ് കളിയാക്കുന്നത്, ഞാൻ നിങ്ങളെന്ത് ചെയ്തു എന്നൊക്കെ പുള്ളി ഇടക്കിടക്ക് പറയും. വല്ലപ്പോഴേ പറയുള്ളൂ. സഹിക്കുന്നൊരു പരിധിയില്ലേ?
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് ഒരു പയ്യൻ ലുലു മാളിൽ നിന്ന് ഇതേപോലെ ഒരു പയ്യനും കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒരു പയ്യനാണ്. ഈ പയ്യന് ആറാട്ടണ്ണനെ പിന്നെ എന്താ പറയുക നോക്കി പരിഹസിക്കുക, അയാൾ പിന്നാലെ പോയിട്ട് പരിഹസിക്കുക. എന്തിനാണ് പരിഹസിക്കുന്നത്? പരിഹസിച്ചിട്ട് ഇയാൾക്ക് കൺട്രോൾ പോയി. ഇയാളൊരു താന്തിലോടെ ഇങ്ങനെ കളിവെക്കുന്നതൊക്കെ പറഞ്ഞ് കയ്യാങ്കളിയായി. പിന്നെ ആറാട്ടണ്ണൻ്റെ പിന്നെ ഇവിടെയൊക്കെ കൊത്തിനെയൊക്കെ പിടിച്ച് ഇവിടെ എന്തിനാണ് ഇവിടെ പറയുന്നത്, ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആറാട്ടണ്ണനെ ഇടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലുലു മാളിനകത്ത് നിന്ന്. ആ ചെക്കനെ ഇടിച്ചു ആറാട്ടണ്ണനെ. ആറാട്ടണ്ണൻ ഉടനെ എന്നെ ഫോൺ വിളിച്ചു, ഇങ്ങനെ സംഭവം നടന്നു. ഞാൻ ഓടി ലുലു മാളിലെത്തി. എന്നിട്ട് ഞാൻ ആറാട്ടണ്ണൻ പറഞ്ഞു, അണ്ണാ നമുക്ക് സന്തോഷം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താൻ പറ. ഒന്നെങ്കിൽ നമുക്ക് ഇത് കേസാക്കണം, അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾ വെറുതെ വിടേണ്ടി വരും. ഇത് അടി കൊണ്ടുവന്ന രീതിയിൽ നമ്മൾ വിടേണ്ടി വരും. അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മളാരുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ പോകുന്ന ഓപ്ഷൻ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ആദ്യം ഇയാളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു. കാരണം ഇയാളെ ഈ കൈയുടെ ഭാഗത്ത് ഇവൻ കൈ തിരിച്ചുകൊണ്ട് ഇയാളെ ഇവിടെ ഈ സാധനത്തിന് എന്ത് പറയാറുണ്ട്, ഇവിടെ മാത്രം എനിക്ക് പേര് എന്നൊക്കെ ഓർമ്മയിലിടും. ഇവിടെ ഈ തമ്പിൻ്റെ ഇവിടെ ഒരു ബാൻഡേജ് ഇട്ട് എന്താ ബാൻഡേജ് എന്ന് പറയാറുണ്ട്. അത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസുകാരടുത്ത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോകണ നമുക്ക് കൺഫ്യൂഷനായി. കാരണം ഇത് എടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരിധിയാണോ? കാരണം ഇത് മെട്രോയുടെ വാക്ക് വേ ആണ്. മെട്രോൻ്റെ ലുലുവിൻ്റെ ഈ വാക്ക് വേ ഉണ്ടല്ലോ, ആ വാക്ക് വേയിലാണ് ഈ അടി നടന്നേക്കുന്നത്. അപ്പോൾ ഇത് മെട്രോൻ്റെ പരിസരത്ത് വരുമോ? ഇപ്പോൾ അത് പാലത്തിന് അപ്പുറത്തിപ്പുറത്താണ് രണ്ട് ഇത് കിടക്കുന്നത്, അതിർത്തി കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുള്ളത് കൺഫ്യൂഷൻ. ആദ്യം എടപ്പള്ളി, അങ്ങനെ പിന്നെ മനസ്സിലാവുകയാണ് മെട്രോ പോലീസ് സ്റ്റേഷനിലാണ്. മെട്രോ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു ആ ചെക്കനെതിരെ. ഒരു വൈകുന്നേരം ആ സമയത്ത് ആ ചെക്കൻ വരുന്നു. ചെക്കൻ വരുമ്പോൾ ചെക്കൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല മനസ്സിലായി ഇത് മറ്റേ പരിപാടി ഇറക്കാൻ പോകുന്നത്. എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. ചെക്കൻ അവിടെ പോയിട്ട് വേറൊരു കൗണ്ടർ കേസ്. എന്താ കാര്യം? ഇവൻ്റെ കൂടെയുള്ള പെണ്ണിനെ ആറാട്ടെണ്ണം കയറി പിടിക്കാൻ നോക്കിയെന്ന്. അപ്പോൾ ഇനി അയാളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവൂല എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് പരാതി കൊടുക്കാൻ നിന്നിരുന്നത് വനിതാ സെല്ല് മുഖാന്തരമുള്ള അവളെ അങ്ങനത്തെ രൂപത്തിൽ തെറി വിളിച്ചു. അതിന് കറക്റ്റായിട്ടുള്ള തെളിവ് കാര്യങ്ങൾ കയ്യിലുണ്ട്. അതേപോലെ തന്നെ കൈ കയറി പിടിച്ചു എന്നുള്ള സംഭവം വെച്ചിട്ടുള്ളൊരു മൂവിങ് ആയിരുന്നു. അതിപ്പോൾ നമ്മൾ താൽക്കാലിക കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു, പോലീസ് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു. കാരണം അവൻ എനിക്കെതിരെ ഒരു കള്ള പെൺകേസിലാകാൻ നോക്കുകയാണ്. പെണ്ണ് കേസ് എന്താണത്? ആ പെണ്ണിനെ കയറി ഞാൻ പിടിച്ചു, തെറി വിളിച്ചാൽ പറഞ്ഞ് കള്ള കേസിലാക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത്. എന്നോട് അതിന് തടയാൻ വേണ്ടിയിട്ട് അവൻ പോയി അടിച്ചെന്ന് പറഞ്ഞു. എന്താ സ്ക്രിപ്റ്റ് എന്നറിയോ? അപ്പോൾ അങ്ങനെ ഒരു കേസ് കൊടുക്കുന്ന പറഞ്ഞ സമയത്ത് ആറാട്ടണ്ണൻ വീണ്ടും പേടിച്ചു. കാരണം ആറാട്ടണ്ണൻ ആ ചെക്കനെതിരെ കേസ് കൊടുത്താൽ ഈ ചെക്കൻ ഈ വുമൺ കാർഡ് ഇറക്കിയിട്ട് ആറാട്ടണ്ണനെതിരെ തിരിച്ച് കേസ് കൊടുക്കും. അപ്പോൾ ഇത് വന്നപ്പോൾ ആറാട്ടണ്ണന് ധൈര്യം ചോർന്നു പോയി. കാരണം ഒന്നുമല്ല, അത് പെണ്ണാണ്. ആറാട്ടണ്ണൻ ഒരു പെണ്ണിനെ ആ പെണ്ണ് ഇപ്പോൾ കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ആറാട്ടണ്ണൻ കേസ് പിൻവലിക്കാതെയും ആ പെൺകുട്ടി കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നാളെ എങ്ങനെ വാർത്ത വരിക? ആറാട്ടണ്ണൻ ഒരു പെണ്ണിന് എന്താ പറയുക കയറി പിടിച്ചു എന്ന രീതിയിൽ വാർത്ത ഇടും. ആറാട്ടണ്ണൻ വലിയ ഫോട്ടോ വെച്ചിട്ട് പിറ്റുന്നത് വാർത്ത വരും. കേസ് അവിടെ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാർത്തയാവും. ഇത് ഇയാൾക്ക് നാണക്കേടാണോ? നാണക്കേടാവത്തില്ല. സത്യാവസ്ഥ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. പിന്നെ അത് പറഞ്ഞിട്ട് അയാൾ വീണ്ടും വേറെ രീതി അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളയും. അതുകൊണ്ട് ആറാട്ടണ്ണൻ പറഞ്ഞു വേണ്ട കേസ് ഉണ്ട്. ആറാട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് കേസ് നമുക്കിത് വിടാം, വിളിച്ചേക്കാം. എന്താ വെച്ചാൽ അവൻ ചെയ്തോട്ടെ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ പേരിൽ ഈ വാർത്ത വരാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണ്ട. ആ സമയത്ത് ചെകുത്താനൊക്കെ ഉണ്ടായിരുന്നു. ചെകുത്താനൊക്കെ പറഞ്ഞു നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടെന്ന രീതിയിൽ നമ്മളത് പിന്മാറി അതിൽ നിന്ന്. അതിന് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടോ ഇത് പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പിന്നെന്താ ദൈവം മെല്ലെ മെല്ലെയാണ്. ഇപ്പോൾ ദൈവം ഭയങ്കര സ്പീഡാണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ അവനെതിരെ ഒരു ഹണി ട്രാപ്പ് കേസ് വന്നു. വേറെ ഏതോ ടീമിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയ കേസിൽ 3 പേരെ ഏലൂർ പോലീസ് പിടികൂടി. ചെങ്ങന്നൂർ സ്വദേശി ജസ്ലി, നിലമ്പൂർ സ്വദേശി സൽമാൻ, ആലുവ സ്വദേശി അഭിജിത്ത്. അപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നു. ഈ പയ്യനെയും ഇതേ പെൺകുട്ടിയെയും ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തേക്കുക. നോക്കൂ, അതിന് പ്രതിഫലം ആ പയ്യനെ കിട്ടി. എന്തിൻ്റെ ആവശ്യത്തിനാണ്? ആറാട്ടന് നേരെ വ്യാജ കേസും വുമൺ കാർഡ് ഇറക്കിയിട്ട് ആ പെണ്ണിനെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കാൻ പോയ ചെക്കനാ. ആ ചെക്കനും ആ പെണ്ണും കൂടെ ഇരുന്നിട്ട് റിമാൻഡിൽ കിടന്നു. ഏകദേശം ഒരു 30-40 ദിവസം കണ്ട് എത്ര കൃത്യമായിട്ട് നമുക്കറിയില്ല, അത്രയും ദിവസം കിടന്നു എന്നാണ്. ഞാൻ ആ പെണ്ണിൻ്റെ ഫ്യൂച്ചറും കൂടി ചെക്കനെയും തൊലച്ച് കളയുക. അവനാണെങ്കിൽ വല്ലാത്തൊരു ഐറ്റം സാധനമാണ്. വല്ലാത്തൊരു ഭീകരൂപമാണ് പയ്യൻ. അവനെതിരെ മുമ്പ് വേറെ കേസൊക്കെ വന്നിട്ടുണ്ട്. മുമ്പ് വേറെ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് SGPയുടെ കൊടി നാട്ടിയിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ നടത്തി പറഞ്ഞിട്ട് കുറേ സംഖ്യകൾ കയറി വിഷയം ഉണ്ടാക്കുന്നൊരു വീഡിയോ. അത് ഭയങ്കര വാർത്തയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു. ശരിയെന്നും പറഞ്ഞു. അതിൽ അവരെ പോയിച്ചു കൊടുക്കുകയും ചെയ്തു. പുഴയോടെ അവർ ഷീട്ടാക്കി പോരും ചെയ്തു.
ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവരെന്നെ പോയിട്ട് ട്രസ്റ്റിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ട്രസ്റ്റിയായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടോ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പൊ അതിൽ അവര് പറയുന്നത് കുറെ വർഗീയത കാണിച്ചു, മറ്റേത് കാണിച്ചു, കുറെ കൊടി കുത്തി നാട്ടി മറ്റേതാക്കി മറിച്ചാക്കി എന്ന് പറഞ്ഞാൽ ആകെ അവിടെ അലമ്പാക്കി, കസേരൊക്കെ എടുത്ത് അടിച്ച് ആകെ ഇതാക്കി. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വർഗീയത പടമോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമല്ല. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രണയമാണ് പറയുന്നത്. ആള് തന്നെയായിരുന്നു ഇവൻ. അതെന്തായാലും ആവട്ടെ, അത് കഴിഞ്ഞു. പിന്നെ ഇയാൾക്ക് ഈ അടിച്ച ചെക്കനെതിരാണ് ട്രാഫിക് കേസ് സമയത്ത് ആറാട്ടനെ കുറിച്ച് കുറച്ച് ധൈര്യമായി. കുറച്ച് കാലത്തേക്ക് ശല്യം ഇല്ലാതെ ആൾക്കാരൊന്ന് പേടിക്കാൻ തുടങ്ങി. ഒക്കെ ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പുള്ളിക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡർ കൊടുത്തൊരു കേസ്. അതാദ്യം കേസ് വരുന്നതിന് മുമ്പ് ആദ്യം ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ വന്നിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും വ്യക്തതയില്ല. രണ്ടാമത് വേറൊരു സ്വകാര്യ യൂട്യൂബ് ചാനൽ വരുന്നു. അപ്പോൾ അന്ന് കേസ് ഫയൽ ചെയ്തിട്ട് FIR കൊണ്ടാണ് വന്നത്. അപ്പോൾ അന്ന് കേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. കേസിൻ്റെ എനിക്കറിയാം, എനിക്കതിനൊരു എന്തോ ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമോ. അതിനകത്ത് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. മറ്റേ ഷോർട്ട് ഫിലിമിൽ അവസരം തരാമെന്ന് പറഞ്ഞു. ഇത് SIT കൊടുത്തു. SIT വേറെ മര്യാദ കൊടുത്തേക്കുന്നത് എന്തോ അങ്ങനെ എന്താ കണ്ട ഷോർട്ട് ഫിലിമിൽ സിനിമ അവസരം തരാമെന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചെന്നൊക്കെ രീതിയിൽ. പക്ഷേ ഇതൊക്കെ നോക്കി വാട്ടവറിട്ട് ഇത് ആറാട്ടൻ്റെ പേര് വന്നു എന്നുള്ളതാണ്. ഞാൻ ആറാട്ടോട് ആറാട്ടൻ നിങ്ങൾക്ക് ഇവരെ അറിയാവോ? പേര് പറയാൻ പാടില്ലല്ലോ, ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാവോ ഇവരെ? അവനെ ഇയാൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു ഐഡിയ ആക്കില്ല. ഇവരെ FIR കൊണ്ട് വന്നതിന് ശേഷമാണ് സന്തോഷ് പതറാൻ തുടങ്ങിയത്. കാരണം സന്തോഷ് ഇവരെ കുറിച്ച് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ആകെയുള്ള ഒരു അകലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതൊരു ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയി. ഒരു വല്ലാത്തൊരു ഷോർട്ട് ഫിലിം, എന്താണ് അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അതിൽ ഇയാൾ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ ഇയാളെങ്ങാണ്ട് ഈ പറഞ്ഞ കേസ് കൊടുത്താളെങ്ങാണ്ട് മേക്കപ്പ് മാനായി വരേണ്ട ആൾ, പക്ഷെ വന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോഴും ആൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അറിയില്ല. വെറുതെ ഒരു എന്താ പറയുക ചാനലിക്കകത്തും കേസിനകത്തേക്ക് സന്തോഷ് വർക്കിയുടെ പേര് കൊടുത്തേക്കാണ്. ഇതൊന്ന് വാർത്ത വരിക. എന്താ വാർത്ത എന്നറിയാവോ? ഇതിനകത്ത് പോയി വീട് കൈയിട്ട് എടുത്തിട്ട് അങ്ങനെ കൊച്ച് സ്കൂളിട്ട് വന്നതാ ഇടയിൽ. അപ്പോൾ പിറ്റേന്ന് വാർത്ത വരികയാണ്. അതായത് പിന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ആറാട്ടൻ്റെ വലിയ പടം, ചെറിയ പടത്തിൽ അലിൻ ജോസ് പെരേര, ഇപ്പുറത്ത് ആരാ വിനീതോ ബ്രൈറ്റോ ആരാങ്ങണ്ട. അലിൻ ജോസിൻ്റെ പരാതി ഫോട്ടോ ചെറുതായി പോയെന്ന്, അത് വേറെ കോമഡി. ആറാട്ടൻ്റെ പടം വലുതായിട്ട് വെച്ചേക്കുന്നു. കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ട്രാൻസ്ജെൻഡറിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് വാർത്ത വന്നു. സന്തോഷ് വർക്കിയുടെ പേര് അതിനകത്ത് കൊടുത്തിട്ടില്ല. സന്തോഷ് വർക്കി അല്ല പീഡിപ്പിച്ചേക്കുന്നത്. ഇവരാരും പീഡിപ്പിച്ചോന്ന് പോലും നമുക്കറിയില്ല. ഇത് കേസാണല്ലോ. പക്ഷെ കേസ് അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും സന്തോഷ് വർക്കി അല്ല കെട്ടിയിട്ട് പീഡിപ്പിച്ചേക്കുന്നത്. അത് ഇതിൽ കേസ് വായിച്ചു നോക്കിയാൽ ഒരു പൊരുത്തമില്ല. ഇവർ ഒന്ന് ഇന്റർവ്യൂവിൽ പറയണം. പരാതി തന്നെ പറയുകയാണെങ്കിൽ ആ മുകളിൽ എഴുതിയേക്കണതും താഴെ എഴുതിയേക്കണം എല്ലാം വ്യത്യാസമാണ് പരസ്പരം. ഒന്ന് പറയണതൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു വെക്കണ്ടേ? കേട്ടോ, അത് കോടതി നടക്കട്ടെ കേസ്. ഞാൻ അതിനെക്കുറിച്ച് വലുത് പറയുന്നൊന്നുമില്ല. എന്തായാലും ആയിക്കോട്ടെ. ഇത് പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? കെട്ടിയിട്ട് പീഡിപ്പിച്ചതല്ല. അപ്പോൾ ആറാട്ടണ്ണനകത്ത് പങ്ക് എന്തുവാ? ആറാട്ടണ്ണ ഒരു പങ്ക് അതിനകത്ത് കാണാം. പ്രത്യക്ഷത്തിൽ പങ്കില്ല. അതിനൊക്കെ പിന്നിൽ ആറാട്ടണ്ണെന്നാണ് എങ്ങനെ കണ്ട പങ്കിട്ടുന്ന രീതിയിലായിരുന്നു കേസുണ്ടായിരുന്നു. ഐ തിങ്ക് എൻ്റെ ഒരു ഓർമ്മയില്ല, എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം, ഐ ഡോണ്ട് നോ, ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ആറാട്ടണ്ണനെ അത് പ്രതിയാക്കി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് FIR വന്ന ഉടനെ ഞാൻ ആറാട്ടനെ കൊണ്ട് സന്തോഷ് വർക്കിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. പോലീസിൻ്റെ പേര് പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോയി. സാറേ FIR ഇയാളുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ പറഞ്ഞ ട്രാൻസിനെ കണ്ടിട്ടില്ല, അയാൾ കേട്ടിട്ടില്ല, ഇയാൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ CA സംസാരിച്ചു. അപ്പോൾ CA കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇതെന്താണ് ഇങ്ങനെയാണ്, ഇയാൾ അറിയില്ല, ഇയാൾക്ക് കേട്ടിട്ടില്ല, ഇങ്ങനെ ഇയാളെ പേരും പറഞ്ഞിട്ട് ഒരാൾ പുറത്തിറങ്ങി എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആൾക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് സന്തോഷിൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. ആയതുകൊണ്ട് നമുക്കറിയില്ല. പോലീസുകാരും പറഞ്ഞതും എന്താ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ കുഴപ്പമില്ല വിളിക്കാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ നമ്പറൊക്കെ മേടിച്ചതാണ്. അന്ന് വലിയ സീനൊന്നും ഉണ്ടായി. കാരണം പോലീസുകാരനെ മനസ്സിലായി, അയാൾക്ക് അറിയാൻ കാര്യങ്ങൾ. ഈ ഒരു പാവത്തിന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൽ അതുകൊണ്ട് ആരാ നേട്ടം കൊയ്തത്? ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം വലിയ ആറാട്ടൻ പടമൊക്കെ പതിപ്പിച്ച് വാർത്ത പോയ സമയത്ത് ഇതെന്തുണ്ടാക്കി സൃഷ്ടിച്ചത്? ആറാട്ടൻ ഒരു ട്രാൻസിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു വന്നൊരു തരത്തിൽ ഇതങ്ങ് പടരുന്ന ആ രീതിയിലായി. അപ്പോൾ ഇയാൾക്ക് അടുത്ത ഇതും കൂടി സഹിക്കേണ്ടി വന്നു. ഈ കേസിന് വേണ്ടിയിട്ട് ആളെ 2 ലക്ഷം കണ്ടാണ് പൊട്ടിയേക്കുന്നത് ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട്. കാരണം രണ്ടാമത് ഈ കേസിൽ പ്രഷർ വന്നായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് SIT പോയി പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കേസൊന്ന് ഒന്നുകൂടി എന്താ പറയുക പ്രഷർ വന്ന സമയത്ത് ഇവർക്ക് അറസ്റ്റ് ചെയ്യുന്നുള്ള പേടിയിൽ സന്തോഷം ഒന്ന് മാറിയെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോലീസുകാരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, കോടതി തെളിവുകളൊന്നും കയ്യിലില്ല,
തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോടതി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അവരുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞത്.